നമസ്കാരം. പ്രധാന വാർത്തകൾ. പത്തനംതിട്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണം. അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ ദുരൂഹമരണത്തിൽ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2024 നവംബർ 15-നാണ് ചുട്ടിപ്പാറയിലെ SME നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ അമ്മുവിനെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാദേശിക പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അമ്മുവിന്റെ 3 സഹപാഠികളെ പ്രതി ചേർത്തിരുന്നു. എന്നാൽ അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മരണത്തിന് പിന്നിൽ കോളേജിലെ ചില അധ്യാപകർക്ക് പങ്കുണ്ടെന്നും കുടുംബം ആരോപിച്ചു. ഈ ആവശ്യം പരിഗണിച്ചാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചത്. മലപ്പുറം ചേളാരിയിൽ തേങ്ങ പറിക്കുന്നതിനിടെ ഇരുമ്പ് തൊട്ടി വൈദ്യുതി ലൈനിൽ തട്ടി ദമ്പതികൾക്ക് ഷോക്കേറ്റു. പരിക്കേറ്റ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേളങ്ങാരി ആലുങ്ങൽ സ്വദേശി വേലായുധൻ, ഭാര്യ ശാന്ത എന്നിവർക്കാണ് ഷോക്കേറ്റത്. വീടിന് സമീപത്തുള്ള തെങ്ങിൽ നിന്ന് തേങ്ങ എടുക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അപകടം. ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാലൻസ് തെറ്റി തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടി. ഇതോടെ തേങ്ങ പറിച്ചുകൊണ്ടിരുന്ന വേലായുധന് ഷോക്കേറ്റു. ഇത് കണ്ട് ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിച്ച ശാന്തയ്ക്കും വൈദ്യുതാഘാതമേറ്റു. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സഹോദരിമാരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീജയ, പുഷ്പ എന്നിവരാണ് മരിച്ചത്. തടമ്പാട്ട് താഴത്താണ് സംഭവം. വാടക വീട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു സഹോദരനും ഇവർക്കൊപ്പം താമസിച്ചിരുന്നു. ഇയാളെയും കാണുന്നില്ല. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 2 സഹോദരിമാരും സഹോദരനുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. 3 വർഷത്തോളമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണ് 7 മരണം. മരിച്ചവരിൽ 2 സ്ത്രീകളും കുട്ടികളും. ദില്ലി ഹരിനഗറിലാണ് മതിലിടിഞ്ഞു വീണത്. 4 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയിലാണ് മതിലിടിഞ്ഞു വീണത്. മരിച്ചവരിൽ 2 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നു. രാജ്യത്ത് 344 പാർട്ടികളെ ഒഴിവാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ 6 പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ ഇല്ല. അംഗീകാരമില്ലാതെ രജിസ്റ്റർ ചെയ്ത 344 പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ് നടപടി. കേരളത്തിലെ 6 പാർട്ടികളുടെ രജിസ്ട്രേഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു. RSPB, NDP സർക്കുലർ എന്നിവയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി. രാജ്യത്ത് 6 ദേശീയ പാർട്ടികളാണ് ഇപ്പോഴുള്ളത്. BJP, കോൺഗ്രസ്, CPM, BSP, AAP, NPP എന്നിവയാണ് ദേശീയ കക്ഷികൾ.